അതില്ലേ, പണ്ട് കോളേജിൽ ബസ്സിൽ പോയിരുന്ന സമയത്ത് എൻ്റെ കണ്ണുകൾ അധികം പോകുന്നത് വലിയ വലിയ ബിൽഡിങ്ങുകളിലേക്കോ അല്ലെങ്കിൽ കടകളിലേക്കോ ഒന്നുമല്ലായിരുന്നു. വഴിയരികിലെ ഏതെങ്കിലും ഒരു മൂലയിൽ ഒരു ചെടിയോ പൂവോ കണ്ടാൽ പിന്നെ കണ്ണ് അവിടെയായിരിക്കും. അന്നത്തെ ആ ശീലം ഇന്നും മാറിയിട്ടില്ല. ഇന്നും എവിടെ യാത്ര പോയാലും എൻ്റെ കണ്ണുകൾ ആദ്യം തിരയുന്നത് അവിടെയുള്ള ചെടികളെയും പൂക്കളെയും ഒക്കെയാണ്. നിങ്ങളും ഇങ്ങനെയാണോ? യാത്ര പോകുമ്പോൾ നിങ്ങളുടെ കണ്ണുകളും അറിയാതെ ചെടികളിലേക്കും പൂക്കളിലേക്കും ഒക്കെ പോയിക്കൊണ്ടിരിക്കാറുണ്ടോ? എനിക്ക് അങ്ങനെയുള്ള യാത്രകളിൽ പലപ്പോഴും കണ്ണിൽ പെട്ടിട്ടുള്ള ഒരു ചെടിയായിരുന്നു ഇത്. പ്രത്യേകിച്ച് വയലുകളിലും ചതുപ്പുകളിലും ഒക്കെ നിറയെ പൂവിട്ട് നിൽക്കുന്നത് കാണുമ്പോൾ ഞാൻ ആഗ്രഹിക്കുമായിരുന്നു ഇതിലൊരു ചെടി എനിക്കും കിട്ടിയായിരുന്നെങ്കിലെന്ന്. പക്ഷേ ചതുപ്പിലൊക്കെ ആയതുകൊണ്ട് തന്നെ അതെടുക്കാൻ അന്ന് സാഹസപ്പെട്ടിട്ടില്ല. അങ്ങനെ ഇരിക്കുകയാണ് നമ്മൾ അന്ന് പറാലിൽ ആമ്പൽ വസന്തം കാണാൻ പോയപ്പോൾ തീരെ പ്രതീക്ഷിക്കാതെ എനിക്ക് ഈ ചെടി കിട്ടുന്നത്. പിന്നെ വീട്ടിൽ കൊണ്ടുവന്ന് നട്ടു വളർത്തി. ഇതാണ് നിംഫോയിഡ്സ് ഇൻഡിക്ക, വാട്ടർ സ്നോഫ്ലേക്ക് എന്ന് അറിയപ്പെടും. ഇനി ഈ ചെടിയുടെ കുറച്ച് വിശേഷങ്ങൾ കൂടി പറയാം. ഇത് വെള്ളത്തിൽ വളരുന്ന ഒരു അക്വാട്ടിക് പെരിനിയൽ പ്ലാന്റ് ആണ്. പെരിനിയൽ എന്ന് പറയുന്നത് ഒരിക്കൽ പൂത്തുകഴിഞ്ഞ് നശിച്ചു പോകുന്ന ചെടിയല്ല. ശരിയായ സാഹചര്യത്തിൽ ഒരേ ചെടി തന്നെ വർഷങ്ങളോളം നിലനിന്ന് വീണ്ടും വീണ്ടും പുതിയ ഇലകളും പൂക്കളും ഒക്കെ ഉണ്ടാകും. ഇതിൻ്റെ വേരുകളും താഴെയുള്ള ഭാഗങ്ങളും വെള്ളത്തിനടിയിലായിരിക്കും. അവിടെ നിന്ന് വളരുന്ന തണ്ടുകളിലാണ് ഈ ഇലകൾ വെള്ളത്തിൻ്റെ മുകളിൽ പൊങ്ങി നിൽക്കുന്നത്. പിന്നെ ഈ പൂവാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. വെളുത്ത പൂവിൻ്റെ നടുവിലെ മഞ്ഞ നിറവും ഇതളുകളുടെ അരികിൽ കാണുന്ന ഈ നേർത്ത ഫ്രിഞ്ച് പോലെയുള്ള ഭാഗങ്ങളും കൂടിയാണ് ഇതിൻ്റെ ഭംഗി. അതുകൊണ്ട് തന്നെയാണ് വാട്ടർ സ്നോഫ്ലേക്ക് എന്ന് ഇതിന് പേര് വന്നത്. ഇതിൻ്റെ പ്രൊപ്പഗേഷനും രസകരമാണ്. വിത്തിലൂടെ ഇത് ചെറിയ ചെടികൾ ഉണ്ടാക്കും. അതുപോലെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ വഴിയും വളരും. ഇലകളോട് ചേർന്നുണ്ടാകുന്ന ചെറിയ പ്ലാന്റ്ലെറ്റ് വേർപെട്ട് വെള്ളത്തിൽ വളർന്ന് പുതിയ ചെടികളായി മാറാനും കഴിയും.